സംസ്കൃത അധ്യാപകർ നാടിന്റെ അവിഭാജ്യ ഘടകമെന്ന് CPI മുതിർന്ന നേതാവ് പന്ന്യൻ രവീന്ദ്രൻ. തിരുവനന്തപുരത്ത് കേരള സംസ്കൃത അധ്യാപക ഫെഡറേഷന്റെ ഭാഷാവകാശ സംരക്ഷണ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്കൃത അധ്യാപകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അധ്യാപകർ ഉന്നയിച്ച വിവിധ വിഷയങ്ങൾ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും പന്ന്യൻ രവീന്ദ്രൻ അറിയിച്ചു. കുറച്ച് വർഷമുള്ളതാണ് സംസ്കൃത ഭാഷ പഠിപ്പിക്കുന്നത്. കാരണം വ്യാകരണത്തിൽ തന്നെ ഒരുപാട് കേസുകൾ വരുന്നതാണ്. അങ്ങനെ പഠിപ്പിക്കുന്നവരാണ് നിങ്ങൾ നമ്മുടെ നാടിൻ്റെ അവിഭാജ്യ ഘടകമാണ്. മറ്റെല്ലാ ഭാഷയെപ്പോലെ സംസ്കൃത ഭാഷയും നമ്മുടെ നാട് വാരി പുണർന്ന ഒരു നാടായി ഈ നാട്. ഇപ്പോഴും നമുക്ക് പലപ്പോഴും ആവശ്യമുണ്ട്. അപ്പോൾ ആ സംസ്കൃത ഭാഷ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ നിങ്ങളുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത് പ്രധാന അവകാശം കലോത്സവവുമായി ബന്ധപ്പെട്ടതാണ്. മറ്റവകാശം അധ്യാപകർക്ക് പൊതുവിൽ കിട്ടുന്ന ആനുകൂല്യങ്ങളും എല്ലാം പോരാട്ടങ്ങളുണ്ട്. അതിൽ കുറച്ച് ശരിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ പറയുന്നത് എനിക്കും പൂർണ്ണമായിട്ട് നല്ലോണം അറിയില്ലല്ലോ. അറിയാത്തൊരു കാര്യം ഞാൻ കമ്മിറ്റ് ചെയ്താൽ പറ്റില്ലല്ലോ. ഒരു കാര്യം ചെയ്യും, നിങ്ങളുമായ ആ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് നിങ്ങൾ പറയുന്നതിൽ ന്യായമായ കാര്യങ്ങൾ അനുവദിക്കാൻ സംവിധാനം ഉണ്ടാക്കണമെന്ന് ഞാൻ ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെടാം. എല്ലാ ഭാഷകൾക്കും പ്രാമുഖ്യം നൽകണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് അഭിപ്രായപ്പെട്ടു. ഭാഷകൾ മനുഷ്യന്റെ ആവിഷ്കാരമാണ്. ആ ആവിഷ്കാരത്തിന് വേണ്ടിയുള്ളതാണ് ഭാഷകൾ. അവൻ്റെ സംസ്കാരത്തെയും അവൻ്റെ സ്വഭാവത്തെയും അവൻ്റെ നിലപാടുകളുടെയും ആവിഷ്കാരം മുഴുവൻ ഭാഷകളിലൂടെയാണ്. അതിന് ഒരു ജൈവികമായിട്ടുള്ള ആവിഷ്കാരങ്ങൾ നടക്കണമെങ്കിൽ അവൻ ജൈവികമായി സിദ്ധിച്ച ഭാഷകൾക്ക് അതിനുവേണ്ടിയുള്ള അവസരങ്ങൾ ഒരുക്കാവുന്ന രീതിയിലുള്ള പ്രോത്സാഹനങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകൾ ഉൾപ്പെടെയുള്ള എല്ലാ ഭാഷകളെയും പരിപോഷിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള വലിയ ബൃഹത്തായിട്ടുള്ളൊരു പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പാക്കി. സംസ്ഥാനങ്ങളും അത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളത് വിസ്മരിക്കുന്നില്ല. അത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ട് ഭാഷകളെ സംരക്ഷിക്കുന്ന പരിശ്രമം നടത്തുന്ന എല്ലാ സർക്കാരുകളെയും ആ സർക്കാരുകളുടെ പരിശ്രമത്തെ നമുക്ക് സ്വാഗതം ചെയ്യേണ്ടതാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ കേരളത്തിൽ ചില വഴിതിരിഞ്ഞ പോക്കുകൾ കാണുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയാതിരിക്കാൻ നിർവാഹമില്ല.